റഷ്യയെ എല്ലാവരും കൂടി കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 4 സൈഡിൽ നിന്നും റഷ്യയെ ഞെരുക്കിക്കൊണ്ട് യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് എല്ലാവരും ലക്ഷ്യമിടുന്നത് എന്ന് വേണം പറയാൻ. പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ കൂടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾ നൽകാവുന്ന പരമാവധി വില ബാരലിന് $47.6 കുറയ്ക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ ചെയ്തിട്ടുള്ളത്. 2022 G7 ഉപരോധ പ്രകാരം ബാരലിന് $60 ആയിരുന്നു പരമാവധി വില. ഈ ഒരു മാർഗത്തിലൂടെ റഷ്യയുടെ ഇന്ധന ഊർജ്ജ വ്യവസായത്തെയും ധനകാര്യ സംവിധാനത്തെയും ഞെരുക്കുക എന്ന ലക്ഷ്യമാണ് യൂറോപ്യൻ യൂണിയനുള്ളത്. യൂറോപ്പ് റഷ്യക്കെതിരെ ചുമത്തുന്ന ഏറ്റവും കടുത്ത ഉപരോധമാണ് ഇതെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി കായ കാലസ് പറയുകയുണ്ടായി. റഷ്യയുടെ എണ്ണക്കപ്പലുകൾ, നോർഡ് സ്ട്രീം വാതക പൈപ്പ് ലൈൻ ഇടപാടുകൾ എന്നിവയ്ക്കും പുതിയ വിലക്ക് ബാധകമാണ്. എന്നാൽ ഇതുവരെയുള്ള പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടന്നുകൊണ്ട് ഇന്ധന വ്യാപാരം നടത്തുന്നതിൽ റഷ്യ വിജയിച്ച സാഹചര്യത്തിൽ പുതിയത് നടപ്പിലാക്കുന്നത് എങ്ങനെയെന്ന് മാത്രം ഇനിയും വ്യക്തമല്ല. എന്നാൽ എണ്ണവില പരിധി താഴ്ത്തുന്ന നടപടിയോട് US ഇനിയും യോജിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതേസമയം റഷ്യക്കെതിരായ ഏകപക്ഷീയ ഉപരോധത്തെ പിന്തുണയ്ക്കില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഉത്തരവാദിത്തമുള്ള രാജ്യമാണ്. കൂടാതെ നിയമപരമായ ബാധ്യതകളോട് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധവുമാണ്. പൗരന്മാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അതീവ പ്രാധാന്യമുള്ള ഉത്തരവാദിത്തമായി ഇന്ത്യ കണക്കാക്കുന്നുണ്ട്. പാടില്ലെന്ന് ഞങ്ങൾ ഊന്നി പറയുകയാണ്, പ്രത്യേകിച്ച് ഊർജ്ജ വ്യാപാരത്തിന്റെ കാര്യത്തിലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഗുജറാത്തിലെ റിഫൈനറിക്കും ഉപരോധം ബാധകമാകും. അതേസമയം റഷ്യയുടെ കാര്യത്തിൽ മാത്രമല്ല, ബ്രിക്സ് കൂട്ടായ്മയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ കാര്യത്തിലും തന്റെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അതിനുവേണ്ടി ഈ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ചുമത്തുന്നതിൽ ഒരു സംശയവുമില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഈ കൂട്ടായ്മ ഭാവിയിൽ ഗൗരവകരമായ ലക്ഷ്യങ്ങളോടെ വളരാൻ ശ്രമിച്ചാൽ അതിനെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കി കളയുമെന്നും അദ്ദേഹം വെള്ളിയാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. രാജ്യങ്ങളുടെ പേരെടുത്ത് പറയാതെയായിരുന്നു ട്രംപിന്റെ ഈ ഭീഷണി. കരുതൽ കറൻസി എന്ന ഡോളറിന്റെ ആഗോള പദവി സംരക്ഷിക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും അമേരിക്കയിലെ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി സൃഷ്ടിക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. ബ്രിക്സ് ഗ്രൂപ്പിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങൾ എന്ന് താൻ വിശേഷിപ്പിച്ച കാര്യങ്ങളുമായി യോജിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും പുതിയ തീരുവ ബാധകമാകുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ലോകത്തിന്റെ കരുതൽ കറൻസി എന്ന ഡോളറിന്റെ സ്ഥാനത്തെയും അമേരിക്കയെയും തകർക്കാനാണ് ബ്രിക്സ് കൂട്ടായ്മ രൂപവൽക്കരിച്ചത് എന്ന ആരോപണം ട്രംപ് വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം ഈ കൂട്ടായ്മ അമേരിക്കൻ വിരുദ്ധമാണെന്ന വാദം ബ്രിക്സ് നേതാക്കൾ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവയ്ക്ക് പുറമെ ഇറാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രിക്സ് കൂട്ടായ്മ കഴിഞ്ഞ വർഷം വിപുലീകരിച്ചിരുന്നു. ബ്രസീലിൽ നടന്ന ഉച്ചകോടിയിൽ നേതാക്കൾ US സൈനിക വ്യാപാര നയങ്ങളെ പരോക്ഷമായി വിമർശിച്ചിരുന്നു. പിന്നാലെയാണ് ട്രംപ് ബ്രിക്സിനെതിരെ തിരിഞ്ഞത്.